ഹായ് ഗായ്സ്, അപ്പം സൂ ഫ്രം സോ സിനിമ കണ്ടിരിക്കുകയാണ്. അടിപൊളി സിനിമ കേട്ടോ. നല്ലൊരു ഫൺ എൻ്റർടൈൻമെൻറ്റ് പാക്ഡ് കോംബോ സാധനമായിരുന്നു. എന്താ പറയുക, അടിപൊളി. പച്ചയ്ക്ക് പറഞ്ഞാൽ നല്ല രസമുണ്ട്, നല്ല രസമുണ്ട്. ഞാൻ കണ്ട മലയാളം നല്ല ഡബ്ബിങ് ആയിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കൂടുതൽ പറയാം. പടം ഡയറക്റ്റഡ് ബൈ JP തുമ്മിനാട്. ഇതിൻ്റെ മെയിൻ ആക്ടറും പുള്ളിക്കാരൻ തന്നെയാണ്. റിട്ടേൺ ബൈ രവി, പിന്നെ രാജ്ബി ഷെട്ടിയാണ് എൻ്റെ ഇത്. പിന്നെ മെയിൻ ആക്ടർ എന്ന് പറഞ്ഞാൽ KP ഗൗതം. ഒരു രക്ഷയില്ല, അങ്ങനെ പെർഫോം, അങ്ങനെ ഒരു ഓറ സാധനമാണ്. കോമഡിക്ക് കോമഡി, മാസിന് മാസ്, അടിപൊളി സാധനം. ഇങ്ങനെ ഇതിൽ ഒരു എന്താ പറയുക, ഒരു ഹൊറർ എൻ്റർടൈൻമെൻറ്റ്. ഹൊറർ എന്ന് പറഞ്ഞാൽ ഒരു ഹൊറർ കോമഡി, മെയിനായിട്ട് കോമഡിയാണ്. ഹൊറർ എന്ന് പറയാൻ അങ്ങനെ ഇല്ല, പക്ഷേ എങ്കിലും നല്ല രസമുണ്ട്. നമ്മൾ ആ ഒരു അത്രയും ടൈം വെർത്താണ് നമുക്ക് ആക്ച്വലി, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൽ ഒരു നാട്ടിൻ പ്രദേശത്ത് നടക്കുന്ന ഒരു സംഭവമാണ്, ലൈക്ക് കാന്താരയിലൊക്കെ കാണിക്കുന്ന നാട്ടിൻ പ്രദേശം. അതേപോലത്തെ ഒരു നല്ലൊരു സിമ്പിൾ നാട്ടിൻ പ്രദേശത്ത് നടക്കുന്ന ഒരു സംഭവമാണ്. ലവ് സ്റ്റോറി ഉണ്ട്. ലവ് സ്റ്റോറിയൊക്കെ മുട്ടം വിറ്റാണ്, കൊട്ടെന്ന് പറഞ്ഞാൽ കൊട്ട വിറ്റാണ്. പിന്നെ അതിനകത്ത് രാജ്ബി ഷെട്ടി ഉണ്ട്. രാജ്ബി ഷെട്ടിയൊക്കെ എനിക്ക് രാജ്ബി ഷെട്ടി തന്നെയാണ് മലയാളത്തിൽ ഡബ് ചെയ്തിരിക്കുന്നത്. കിടിലൻ ഡബ്ബിങ് ആയിരുന്നു. രാജ്ബി ഷെട്ടിയൊക്കെ അഴിഞ്ഞാടിയിട്ടുണ്ട്, സത്യം പറഞ്ഞു. കോമഡിയൊക്കെ പൊളി സാധനമാണ്, പൊളി സാധനമാണ്. പിന്നെ അത് മ്യൂസിക് എടുത്ത് പറയണം. മ്യൂസിക് ചെയ്തിരിക്കുന്നത് സുമേധയാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ദെൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്ന സന്ദീപാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഹെവി, എസ്പെഷ്യലി ക്ലൈമാക്സിലെ 15 മിനിറ്റ് അടിപൊളിയായിരുന്നു. ക്ലൈമാക്സ് ഒഫീഷ്യലി അടിപൊളിയായിരുന്നു, കിട്ടില്ല ക്ലൈമാക്സ് ആയിരുന്നു. പിന്നെ അതിനകത്തൊരു സ്റ്റോറി, ഒരു സിമ്പിൾ സ്റ്റോറിയാണ്, പക്ഷേ ആ സ്റ്റോറി വച്ചിരിക്കുന്ന ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടല്ലോ, അത് ഭയങ്കര സ്ട്രൈക്ക് ചെയ്യും. അവിടെയാണ് ഈ പടത്തിൻ്റെ വിജയം. അവസാനം ആ സ്റ്റോറിയും വർക്കൗട്ട് ആവണം. എല്ലാം കോമഡി എല്ലാം ഓക്കെ, പക്ഷെ കോമഡി കഴിഞ്ഞിട്ട് അവസാനം ഇമോഷൻ സീനൊന്നും വർക്കൗട്ട് ആയില്ലെങ്കിൽ പിന്നെ പടം പോകും. പക്ഷേ ആ ഇമോഷൻ സീനൊക്കെ കിട്ടലമായിട്ട് തന്നെ ഇവർ അത് ഗ്രാബ് ചെയ്തിട്ടുണ്ട് നല്ലോണം. ഒരു പക്ക കോംബോ പാക്ഡ് ആയിരുന്നു. അടിപൊളി സിനിമ, ധൈര്യമായിട്ട് പോയി കണ്ട തിയേറ്ററിൽ. അടിപൊളി സിനിമ. മലയാളത്തിലേക്കും നല്ല ഡബ്ബിങ് ആയിരുന്നു, സത്യം പറയുന്നത്. സ്ഥിരം ഡബ് ചെയ്യണ അങ്ങനെയൊന്നുമല്ല, നല്ലൊരു ഡബ് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് ഡബ് ചെയ്തിരിക്കുന്നത്. നല്ല രസമുണ്ട്. പടപട ചെയ്യുന്ന ഡബ്ബിങ് പോകുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഫീമെയിലായിട്ട് അഭിനയിച്ചിരിക്കുന്ന പുള്ളിക്കാരി എടുത്ത് പറയണം. ഐ തിങ്ക് സന്ധ്യ എന്നാണ് പുള്ളിക്കാരിയൊക്കെ അതിനകത്ത് അവസാനം ആ ക്ലൈമാക്സിലൊക്കെ പുള്ളിക്കാരി ജീവിക്കുന്നുണ്ട്. അതൊക്കെ അവസാനത്തെ ഇമോഷൻ ടച്ച്, അത് ഭയങ്കരമായിട്ട് നമ്മളൊക്കെ അത് എഫക്റ്റീവാണ്, നല്ല എഫക്റ്റീവ്, നമ്മളെ നല്ലതായിട്ട് എഫക്റ്റീവ്. ഇമോഷൻസ്, അവസാനത്തെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചേഞ്ച് ചെയ്യുന്ന സൂപ്പർ, ഒന്നും പറയാനില്ല, അടിപൊളി. അവസാനത്തെ ഫൈറ്റ് സീൻസ് എല്ലാം ഓൾ ഇൻ ഓൾ ഒരു പക്ക കോംബോ പാക്ഡ്. ഒരു ഹൊറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം ഉണ്ട്. ഹൊറർ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഹൊററല്ല, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് സ്ട്രൈക്ക് അടിച്ചിട്ട് പോകും. പക്ഷേ സ്ട്രൈക്ക് അടിച്ചിട്ട് പോയാലും നമ്മൾ ആ കോമഡി മതി, അത് മതി നമ്മളെ പിടിച്ചിരുത്താനായിട്ട്. അത് നല്ല കിട്ടിലമായിട്ട് തന്നെ അത് വർക്കൗട്ട് ആയിട്ടുണ്ട്. അത് ഞാൻ സമ്മതിച്ചു കൊടുത്ത്. പൊളിയടേ, സൂപ്പർ പടം. ജസ്റ്റ് ഗോ ആൻഡ് എൻജോയ് ദ ഫിലിം ഇൻ തിയേറ്റർ. ജസ്റ്റ് പോയി പടം പോയി കാണാനേ ഞാൻ പറയത്തുള്ളൂ. പൊളി സിനിമ.